നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് മുൻ മന്ത്രി എ കെ ബാലൻ, CPM നേതാവ് കൂടിയായ എ കെ ബാലൻ ഒരു ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞത്. സത്യത്തിൽ ഈ കാര്യം ആദ്യമായി പറയുന്നത് ബാലനൊന്നുമല്ല. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പരിധിവരെ ഇക്കാര്യമെല്ലാം അറിയാവുന്നതുമാണ്. കാരണം UDF ഭരണത്തിൽ വന്നാൽ തീർച്ചയായും അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമായിരിക്കും നടക്കുക. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിൽ നടക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമായിരിക്കും. ഇനി ഒട്ടനേകം മാറാടുകൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ മാറാടുകൾ ആവർത്തിക്കും എന്നാണ് എ കെ ബാലൻ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായും ഒരു രാഷ്ട്രീയ വിമർശനമാണ്, മതമൗലികവാദികൾക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിമർശനമാണ്. ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി എന്നിങ്ങനെയൊക്കെയുള്ള പാർട്ടികൾക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിമർശനമാണ്. ഒരു പരിധിവരെ മുസ്ലിം ലീഗിനും കൂടി എതിരായ രാഷ്ട്രീയ വിമർശനമാണ്. കാരണം UDFിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് ഏത് രീതിയിൽ വേണമെങ്കിലും UDFിനകത്ത് സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അത് ഇതിനു മുന്നേയും മുസ്ലിം ലീഗ് തെളിയിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ അങ്ങനെ പല അധ്യായങ്ങളും നമുക്ക് വായിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും SDPIയെയും ഒക്കെ അടച്ചധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് എ കെ ബാലൻ നടത്തിയിട്ടുള്ളത്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ UDFിനൊപ്പമാണ്. നേരത്തെ പറഞ്ഞ വെൽഫെയർ പാർട്ടിയും SDPIയും മുസ്ലിം ലീഗുമെല്ലാം UDFിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ കേരളീയരെ പേടിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിതാ ഭരണം നഷ്ടപ്പെടാൻ പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവസാനമായി പറയുന്നു, ഒരിക്കൽ കൂടി നിങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ UDF വന്നാൽ ഇതാണ് സംഭവിക്കാൻ പോവുക എന്ന് CPM പറഞ്ഞു വയ്ക്കുകയാണ്. ഇത് സത്യത്തിൽ CPIMൻ്റെ ആശങ്കയൊന്നുമല്ല. CPM ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുകയാണ്. പക്ഷേ CPM പറഞ്ഞതിനകത്ത് വളരെ 100% കാര്യമുണ്ട്. അത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കേണ്ട കാര്യവുമാണ്. അതായത് മാറാട് കലാപം, 2003 നടന്ന മാറാട് കലാപം, 8 സഹോദരന്മാരുടെ കൊലപാതകത്തിലേക്ക് നയിച്ച മാറാട് കലാപം, ഹിന്ദുക്കളെ പുറകിൽ നിന്ന് വെട്ടിവീഴ്ത്തിയ, വർഗീയവാദികൾ വെട്ടിവീഴ്ത്തിയ കലാപമായിരുന്നു മാറാട് കലാപം. ആ മാറാട് കലാപത്തിൽ അന്ന് ഭരിച്ചിരുന്നവർക്ക് നിർണായകമായ പങ്കുണ്ടായിരുന്നു. മാറാട് കലാപത്തിൻ്റെ പ്രതികളെ രക്ഷിക്കുന്നതിൽ മുസ്ലിം ലീഗും കോൺഗ്രസും മത്സരിക്കുകയായിരുന്നു എന്ന് കൃത്യമായി നേരത്തെ തന്നെ RSSും അതുപോലെ തന്നെ BJPയും സംഘപരിവാർ സംഘടനകളുമെല്ലാം ആരോപിച്ചിരുന്നതാണ്. മുസ്ലിം ലീഗിൻ്റെ സജീവമായ നേതാക്കന്മാരാണ് ഒടുവിൽ ഈ കേസിൽ പ്രതികളായി വരുന്നത്. 2016 പിന്നീട് മാറാട് കലാപത്തിൽ CBI അന്വേഷണം വരുന്നത്. CBI ആ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇരയായ ഹിന്ദുക്കൾക്ക്, മാറാട് കലാപത്തിൻ്റെ ഇരകൾക്ക് ഇതുവരെയും നിയമപരമായി നീതി കിട്ടാത്ത സാഹചര്യം പോലുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരളം മാറി മാറി ഭരിക്കുന്ന 2 മുന്നണികളിൽ ഒരു മുന്നണി ഇപ്പോൾ മാറാട് കലാപങ്ങൾ ആവർത്തിക്കുമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാറാട് കലാപത്തിന് അന്നത്തെ ഭരണകൂടവുമായി യഥാർത്ഥത്തിൽ നേരിട്ടുള്ള ബന്ധമുണ്ട് എന്ന് ഇടതുമുന്നണി സമ്മതിക്കുകയാണ്. ഇതുവരെ ആ ഇടതുമുന്നണി അങ്ങനെ സമ്മതിച്ചിരുന്നില്ല. കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗുമെല്ലാം ഇതിന് നേരിട്ട് ഒത്താശ ചെയ്യുമ്പോൾ അതിനെ CPM എതിർത്തിരുന്നില്ല, LDF എതിർത്തിരുന്നില്ല. കാരണം അതിൻ്റെ രാഷ്ട്രീയ നേട്ടം BJPക്കായിരിക്കുമെന്ന് പറഞ്ഞ് LDF അതിനെ എതിർത്തിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ആദ്യമായി CPMഉം LDFും മാറാട് കലാപത്തിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും പങ്കുണ്ട് എന്ന വസ്തുത അംഗീകരിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു വലിയ സത്യം അവർ തന്നെ ഒളിപ്പിച്ചു വച്ചവർ ആരാണോ അവർ തന്നെ പുറത്തേക്ക് വിടുകയാണ്. BJPയോ RSSോ മറ്റ് സംഘപരിവാർ സംഘടനകളോ പറയേണ്ടതായ കാര്യങ്ങൾ, അവർ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ പറയാതെ തന്നെ ഇപ്പോൾ LDFിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ മുന്നണി പുറത്തുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളം കൂടുതൽ ഇനി അറിയാൻ തുടങ്ങുന്നു. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്രത്തിലെ BJP സർക്കാർ നിരോധിച്ചപ്പോൾ മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട് ഇത്രയും വലിയ അപകടം പിടിച്ച സംഘടനയാണെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം വലിയൊരു പരിധിവരെ മനസ്സിലാക്കിയത്. അതുപോലൊരു തിരിച്ചറിവ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വരുന്നു എന്ന് വേണം LDFിൻ്റെ നേതാവായ, CPIMൻ്റെ നേതാവായ എ കെ ബാലൻ്റെ ഈ പ്രസ്താവനയിൽ നിന്നും വെളിവാക്കുന്നത്. ഇവിടെ നിന്നും കേരള രാഷ്ട്രീയം മാറുകയാണ്. മത തീവ്രവാദത്തിനെതിരെ വളരെ ജാഗ്രതയായ ഒരു തീരുമാനം കേരള ജനത എടുക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് എ കെ ബാലൻ്റെ പ്രസ്താവന. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.